വലിയ സന്തോഷമുണ്ട്. ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. പകൽക്കാലത്തിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നത് വെറുതെ ആകരുത്. ആമേൻ, ഹല്ലേലൂയ. വചനം ഇന്ന് പകൽക്കാലം ഇവരുടെ മേൽ ക്രിയ ചെയ്യണം. അത്ഭുതങ്ങൾ നടക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടണം. പ്രാർത്ഥനകടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ മുന്നിൽ അധികം സമയമില്ല. ഹല്ലേലൂയ. ഞാനൊരു 10 മിനിറ്റ് മാക്സിമം എടുക്കും. ഹല്ലേലൂയ. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയൊരു അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നു. സുവിശേഷം പറയുവാൻ, ദൈവത്തെ കുറിച്ച് പറയുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നവരെ ഇത് ഏറ്റെടുക്കും. ഇവിടെ ഒത്തിരി ദൂതുകളും വചനങ്ങളൊക്കെ കേട്ടവരാണ് നമ്മളെല്ലാവരും. സഭയുടെ അതിരുകൾ വിസ്താരമാക്കും. ആമേൻ, ഹല്ലേലൂയ. സഭ വേറെ ഹോളിലോട്ട് മാറും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ആമേൻ, ഹല്ലേലൂയ മെസ്സേജ് ഏറ്റെടുത്തവരാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അതാണ് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കേണ്ടത്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം എല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ്. ഞാൻ ആ മെസ്സേജ് എടുത്തപ്പോൾ എനിക്കിവിടെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. ശമരിയക്കാരി സ്ത്രീയുടെ ആ ഒരു ഭാഗമാണ്. അതിന്റെ 28-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. ഇവിടെ ശമരിയക്കാരി സ്ത്രീയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. അവൻ യേശു ഹല്ലേലൂയ ശമരിയയിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശുവിനെ ദാഹിച്ചു. അവൻ ആ കിണറ്റിൽ ചെന്നപ്പോൾ അവൻ ഹല്ലേലൂയ ഭർത്താക്കൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് പറയുവാനുള്ള അവളുടെ ഒരു ആഗ്രഹം. ഇവനാണ് യഥാർത്ഥ മിശിഹ. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് പൂർണ്ണമായ ഒരു ബോധ്യം കിട്ടിയിട്ടും ആമേൻ, ഹല്ലേലൂയ, പറയാതെ എത്ര പേരിരിക്കുന്നു. ഇവിടെ കിട്ടുന്ന സൗഖ്യങ്ങളും ഇവിടെ കിട്ടുന്ന ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ പ്രോമിസുകളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മളെല്ലാവരും പോകാറുണ്ട്. 5 പേർ അവരുടെ ഹല്ലേലൂയ ഭർത്താക്കന്മാരായിട്ടിരിക്കുമ്പോൾ സമൂഹം എന്ത് പറയുന്നു എന്നവർ ചിന്തിച്ചില്ല. സമൂഹം എന്നെ കല്ലെറിഞ്ഞാലും പ്രശ്നമില്ല, നാട്ടുകാരെന്നെ കുറ്റം പറഞ്ഞാലും പ്രശ്നമില്ല. ആമേൻ, ഞാൻ എന്റെ യേശുവിനെ കുറിച്ച് പറയും. മനസ്സിലാവുന്നു? ആമേൻ, ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ഹല്ലേലൂയ സ്ത്രീകൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം. അവർക്ക് പുറത്തു പോലും ഇറങ്ങുവാൻ കഴിയാത്ത നിലയിലായിരുന്ന ആ സ്ത്രീ ഹല്ലേലൂയ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇവനാണ് യഥാർത്ഥ രക്ഷകൻ, ഇവനാണ് യഥാർത്ഥ മിശിഹ, ഇവനാണ് രാജാധിരാജൻ, ഇവനാണ് കർത്താധികർത്തൻ, ഇവനാണ് സൈന്യങ്ങളുടെ യഹോവ. ആ ഒരു ബോധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ഓരോരുത്തരും വ്യാപരിക്കുന്നു. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കത്തില്ല. ഇവിടെ നോക്കണം, വെള്ളം കോരുവാൻ വന്ന സ്ത്രീ ആ പാത്രം അവിടെ വെച്ചിട്ട് അവർ ഓടുകയാണ്. ഞാൻ എന്റെ യേശുവിനെ കണ്ടുമുട്ടി, എനിക്ക് ലോകം തന്ന എന്റെ യേശുവിനെ കണ്ടുമുട്ടി, എനിക്ക് സൗഖ്യം തന്ന എന്റെ യേശുവിനെ കണ്ടുമുട്ടി. എത്ര പേര് ഈ സഭയ്ക്കകത്ത് അങ്ങനെ പറയുന്നവരുണ്ട്? ഒന്ന് ചിന്തിക്കണം, ഒന്ന് ചിന്തിക്കണം. ഹോളുകൾ നിറഞ്ഞ് കവിയുന്ന സമയങ്ങൾ കടന്നുപോയി, അടുത്ത ഹോളിലോട്ട് കയറുന്ന സമയങ്ങൾ കടന്നുപോയി. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് രോഗം തന്ന കർത്താവിനെ, എനിക്ക് രോഗം സൗഖ്യമാക്കിയ, എന്റെ രോഗം സൗഖ്യമാക്കിയ, എന്നെ വിടുവിച്ച എന്റെ കർത്താവിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ
നിങ്ങൾക്ക് യേശുവിനോടുള്ള സ്നേഹം കുറവാണ്. ഇവിടെ നോക്കണം, ഹല്ലേലൂയ. സ്ത്രീ ഓടി ഓട്ട പാത്രം വെച്ചപ്പോൾ ശമരിയ പട്ടണത്തിൽ ഹല്ലേലൂയ ഒരു പട്ടണത്തെ ഇളക്കുവാൻ അവർക്ക് കഴിയും. ഈ മുസ്തഫാദേശത്ത് ദൈവത്തെ അറിയാത്ത എത്രയോ പേരുണ്ട്. ഈ മുസ്തഫാദേശത്ത് ഹല്ലേലൂയ അല്ലെങ്കിൽ ഈ അബുദാബി പട്ടണത്തിൽ യേശുവിനെ അറിയാതെ ആമേൻ പാപത്തിൽ കഴിയുന്ന എത്രയോ പേരുണ്ട്. നിങ്ങൾ പ്രതികരിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ പറയുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ക്യാമ്പിലോട്ടൊക്കെ ഇറങ്ങണം. ക്യാമ്പിൽ ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ പറയാം. ഹല്ലേലൂയ. എത്രയോ പേരുണ്ട് ദേവദാസന്മാരൊക്കെ ഉണ്ട് ക്യാമ്പിൽ ഇറങ്ങുന്നത്. അവരുടെയൊക്കെ വേദന എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മളൊക്കെ ചെല്ലുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇറങ്ങിയപ്പോ വെള്ളിയാഴ്ച ഇറങ്ങിയപ്പോ ഒരു സഹോദരൻ പറയും, ശനിയാഴ്ച ആരാധന കൊണ്ട് പറ്റുന്നില്ല ദേവദാസനെ. അന്ന് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡെയിലി വചനം കേൾക്കണം, അല്ലെങ്കിൽ ദൈവമക്കളോട് കൂടെ ആയിരിക്കണം, ദൈവമക്കളോട് കൂടെ ചേർന്ന് നടക്കണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമായിരുന്നു. ഹല്ലേലൂയ. നമ്മള് യേശുവിന്റെ അനുഗ്രഹവും വാങ്ങിച്ച് നമുക്ക് അല്ലെങ്കിൽ വലിയ പദവിയാണ്, എന്തൊരു പൊസിഷനാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന കാര്യം നടക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിന്റെ പൊസിഷൻ നോക്കത്തില്ല, നിന്റെ പദവി നോക്കത്തില്ല, ഞാനെന്ന ഭാവം നോക്കത്തില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങുവാൻ തയ്യാറാക്കും. ഇവിടെ കല്ലെറിഞ്ഞാലും വേണ്ടിയില്ല, എന്നെ ആമേൻ അവരെന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, അവരെന്നെ എന്തൊക്കെ കുറ്റം വിധിച്ചാലും വേണ്ടിയില്ല, പക്ഷെ ഞാൻ എന്റെ ദൈവത്തെ അറിയിക്കും. ഹല്ലേലൂയ. പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. മക്കളെ, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന വിടുതലും കൊണ്ട് നിങ്ങൾ പോകരുത്. ദേവദാസന്മാർ പറയുന്ന അല്ലെങ്കിൽ ദേവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിടുതലും കൊണ്ട് നിങ്ങൾ പോകരുത്. അത് അനേകായിരങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനാണ് കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തന്നത്. അനേകായിരങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ, അനേകായിരങ്ങൾക്ക് ഹല്ലേലൂയ യേശുവിനെ വിളമ്പിക്കൊടുക്കുവാൻ ഇങ്ങനെ ഒരു ദൈവമുണ്ട്, വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്, ശക്തനായ ഒരു ദൈവമുണ്ട്, അകലാഗ്രഹത്തെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്, പച്ചവെള്ളത്തെ വീണാക്കിയ ഒരു ദൈവമുണ്ട്. എനിക്ക് ഞാനീ മെസ്സേജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അരമണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവാത്മാവിന്റെ പറയും, വെറുതെ ഇരിക്കരുത്. എത്രയോ പേര് വട്ടം പിരിഞ്ഞാൽ, എത്രയോ പേര് പാപത്തിൽ കിടക്കുന്നു, എത്രയോ പേര് ആരുമില്ലാതെ രോഗികളെ കിടക്കുന്നു. ഈ ദൈവത്തിന്റെ ഒരു സ്പർശനം മതി, ഈ ദൈവത്തിന്റെ ഒരു സ്പന്ദന വാക്ക് മതി. അവൻ തിരിച്ചു വരുവാൻ, ഈ കർത്താവിലേക്ക് അടുക്കുവാൻ. നമ്മുടെ പൊസിഷൻ നോക്കരുത്, നമ്മുടെ പദവി നോക്കരുത്, ഞാനെന്ന ആളെ നോക്കരുത്. അമ്മേ മടികൂടാതെ ക്രിസ്തുവിനെ പറയുവാൻ ധൈര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ അപ്പച്ചന്മാരൊക്കെ ഹല്ലേലൂയ ഈ തെരുവിലൊക്കെ പ്രസംഗിക്കുന്ന അറിയാമോ? അവർക്ക് ലജ്ജയില്ല. ആമേൻ. ഹല്ലേലൂയ കിട്ടുന്ന സമയങ്ങളൊക്കെ മൈക്കുമെടുത്ത് തെരുവിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത് എന്തിനാ? ഈ സ്നേഹം അറിഞ്ഞവർ, ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞവർ, വിടുതൽ കിട്ടിയവർ, പാപത്തിൽ കിടന്ന് എന്നെ വിളിച്ച് വേർതിരിച്ച് നിത്യമായ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഈ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങൾക്ക് കഴിയാതിരിക്കും. ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയാണെങ്കിൽ ഈ സഭ നിറയും, കോള് മാറും. ഈ അബുദാബി പട്ടണത്തെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സഭയായി മാറണം PMG. എത്ര പേര് പറയും അടുത്ത ആഴ്ച സുവിശേഷം പറഞ്ഞു കൊടുക്കും? ഒരു സമയിലൊന്നും ആരും പറയരുത്, എനിക്ക് സമയം ഞാൻ ഭയങ്കര ബിസിയാണ്, പറ്റത്തില്ല എന്നാരും പറയുന്നു. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പുറപ്പുറം പോയിരുന്ന് സംസാരിക്കാനൊക്കെ ഒരുപാട് പേർക്ക് സമയമുണ്ട്. മൊബൈലിൽ നോക്കി നടക്കാൻ എത്രയോ പേർക്ക് സമയമുണ്ട്. എന്നോട് ചേർത്ത് പറയും, അവൻ സമയമില്ലെന്ന് പറയരുത്. ഈ കർത്താവിനെ ഘോഷിക്കുവാൻ അങ്ങനെയുള്ളവർ കരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പട്ടണത്തെ, ഒരു പാപിനിയായ സ്ത്രീയെ കൊണ്ട് ഒരു പട്ടണത്തെ പിടിക്കുവാൻ കർത്താവ് പദ്ധതിയിട്ടെങ്കിൽ നിങ്ങളെ പോലെയുള്ളവരെ ഓരോരുത്തരെ കൊണ്ട് ചില പട്ടണങ്ങളെ പിടിക്കാൻ, ചില ഗ്രാമങ്ങളെ പിടിക്കാൻ, ചിലരെ ദൈവത്തിലേക്ക് നേടുവാൻ നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. മക്കളെ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. 15 വർഷമായി ഞാനിവിടെ വന്നിട്ട്
ഒരു നിമിഷം പോലും ഞാൻ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. എനിക്കിരിക്കാൻ പറ്റത്തില്ല. വീട്ടിനകത്തിരിക്കുമ്പോൾ ഈ ക്യാമ്പിലെ കാര്യങ്ങൾ ഭയങ്കര വിഷമമാണ്. കാരണം ഹല്ലേലൂയ, അവരെയൊക്കെ വിഷമങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളൊന്നുമല്ല. നമുക്ക് എന്തുകൊണ്ട് കാറുണ്ട്, വീടുണ്ട്, അമ്മേന് വാഹനങ്ങളുണ്ട്, ജോലിയുണ്ട്, എത്രയോ പേര് പൈസ ഇല്ലാതെ ക്യാമ്പിലെ കിടന്നു, എത്രയോ കുടുംബങ്ങൾ. ഞാനും വൈഫും കൂടെ ഇറങ്ങി നടക്കാറുണ്ട് റോഡിൽ. ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട്. അപ്പം അവരുടെ വിഷമങ്ങൾ നമ്മൾ നോക്കുമല്ലോ, നമ്മുടെ വിഷയങ്ങൾ നോക്കുമല്ലോ. അവരുടെ കാര്യം നമ്മൾ അകത്തോട്ട് ഇറങ്ങി ചെല്ലണം. നമ്മൾ ഈ കർത്താവിനെ കുറിച്ച് പറയണം. അവൻ ഇങ്ങനൊരു ദൈവമുണ്ട്, ഒരു പക്ഷെ കേട്ടുപോലും കാണും, ഇവിടത്തൊക്കെ പറയണം. ഹല്ലേലൂയ പറയൂ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോഴാണ് ഈ ദൈവത്തിന്റെ ശബ്ദം ശമരിയ പട്ടണത്തിൽ ആ സ്ത്രീയിലൂടെ മുഴങ്ങിയപ്പോഴാണ് അവരെല്ലാം ദൈവത്തെ വിശ്വസിച്ചത്. ഹല്ലേലൂയ. എന്നിട്ട് അവൻ കർത്താവിന്റെ അടുത്ത് വന്നു. അവൻ ഹല്ലേലൂയ ഇടണവൻ. ഹല്ലേലൂയ. കർത്താവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ 2 ദിവസം കൂടെ ഇവിടെ പാർക്കണം. വചനമുണ്ട്, ഞാൻ അത് എടുപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് 2 ദിവസം കൂടെ പാർക്കണമെന്ന് പറയാനുള്ള മെയിൻ കാരണമാണ് ഈ കർത്താവിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവനൊന്നും മാറിപ്പോകത്തില്ല. ഈ കർത്താവിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, ഈ കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്, എന്തിനു വേണ്ടിയാണ് കാൽവരിയിൽ മരിച്ചത് എന്നൊരു ബോധ്യം ഒരുവന്റെയും ഒരുവളെയും ആമേൻ അകത്ത് കയറിയാൽ ഈ കർത്താവിൽ നിന്നും അവൻ മാറിപ്പോകില്ല. ലോകം തരുന്ന സ്നേഹമല്ല ഞാൻ തരുന്നെന്ന് പറഞ്ഞ കർത്താവ്. കർത്താവിന്റെ സ്നേഹം ഇത്ര വലുതാണ്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ കുറ്റം വിധിച്ചാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും ഒരു നാളും മാറ്റി നിർത്താത്ത ഒരേ ഒരു ദൈവം നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ചൊല്ലി ഒരുപാട് പറയാനുണ്ട്. അതിന് ഒത്തിരി വചനങ്ങളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അടങ്ങിയിരിക്കരുത്. നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഈ പട്ടണത്തിൽ അനേക പേര് വരുവാൻ ആഗ്രഹിച്ച് നാട്ടിൽ കിടപ്പുണ്ട്. എനിക്കറിയാം, പൈസ ഒപ്പിച്ച് വെച്ചിട്ട് പോലും ഇങ്ങോട്ട് വരുവാൻ കഴിയാതെ നിൽക്കുന്നവർ എത്രയോ പേരുണ്ട്. നിങ്ങളെ ഈ പട്ടണത്തിൽ കൊണ്ടുവന്നത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാനാണ്. നിങ്ങളെ ഈ പട്ടണത്തിൽ കൊണ്ടുവന്നത് വെറുതെ അല്ല, പിടിച്ചെടുക്കും. ഇനി ഞാൻ വെറുതെ ഇരിക്കത്തില്ല. എന്നെ സൗഖ്യമാക്കിയ ദൈവം, എന്നെ വിടുവിച്ച ദൈവം, അവൻ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഇവിടെ ദേവദാസന്മാർ ശക്തമായ നല്ല ദൂതുകളൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഇവിടെ സാക്ഷ്യം പറയാൻ ഭയങ്കര സന്തോഷമാണ്. അത് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ ഇരിക്കാനല്ല ദൈവം പറയുന്നത്. ഒരു തലവേദന പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കണം. തലവേദനമാണ്. ഹല്ലേലൂയ. ദൈവം സൗഖ്യമാണ്. പക്ഷേ അത് വാങ്ങിച്ചോണ്ട് വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഇറങ്ങാം. വൈകുന്നേരം ആകുമ്പോൾ ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങാം. ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ കാണും. അങ്ങോട്ട് ചെല്ലണം. അവരിങ്ങോട്ട് വരത്തില്ല. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടണം. ഹലോ പറയാം. ഞങ്ങളെങ്ങനെ ചെയ്യുന്നത്? ഹല്ലേലൂയ. എന്നോട് സന്തോഷമുണ്ട്. ഈ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ലജ്ജ കാണിക്കരുത്. നിന്റെ പൊസിഷൻ നോക്കരുത്, നിന്റെ കളർ നോക്കരുത്, നിന്റെ ഗ്ലാമർ നോക്കരുത്. അല്ലെങ്കിൽ ഞാൻ അവരടുത്ത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കരുത്. അങ്ങനെ വിചാരിച്ചെങ്കിൽ കർത്താവ് ഇന്നിവിടെ നിങ്ങളെ കൊണ്ടുവരത്തില്ലായിരുന്നു. സമയം അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ നിർത്തുന്നു. ഇന്നൊരു തീരുമാനത്തോടെ പോകണം. നമ്മളെല്ലാവരും ഞാൻ വിളിക്കണം. എന്റെ കർത്താവിനെ ഉയർത്തും. എന്നെ നമ്മൾ മാറ്റി നിർത്തും. ഞാൻ എന്റെ കർത്താവിനെ ഉയർത്തും. വായികളെ തുറന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിനെ ഉയർത്തും. ആരൊക്കെ എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു വിഷയമല്ല. ഈ ഭാവിയായ സ്ത്രീ അവളതിന് നോക്കിയില്ല. അവരെന്തും പറഞ്ഞു കൊള്ളട്ടെ, എന്നെ കല്ലെറിഞ്ഞു കൊള്ളട്ടെ, എന്നെ കുറ്റം വിധിച്ചോട്ടെ, ഞാനൊന്നും നോക്കുന്നില്ല. എന്നെ വിടുവിച്ച ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയെങ്കിൽ ഞാനത് പറയും. പട്ടണത്തെ ഇറക്കിയെങ്കിൽ അബുദാബി ദേശത്തെ, മുസ്തഫ ദേശത്തെ നിങ്ങൾ കളക്കുവാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ വാഴ്ത്തുന്നു. വലിയ അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം ഈ മുകളിനകത്ത് നടക്കണം. ദേവദാസൻ വചനവുമായി നിൽക്കുമ്പോൾ ആ വചനത്തിന്റെ കേൾവി ഇന്ന്
ഇന്ന് പകൽക്കാലം ചില വിടുതലുകളെ കൊണ്ടുവരണം, ചില അത്ഭുതങ്ങളെ കൊണ്ടുവരണം. അതിന്റെ മഹത്വം വെളിപ്പെടണം. കർത്താവിന്റെ സ്നേഹം ഇതിനകത്ത് വെളിപ്പെടണം. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.